തെരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബംഗ്ലാദേശ് US വാണിജ്യ കരാറിന് അന്തിമ രൂപം നൽകിയതായി ബംഗ്ലാദേശ് സർക്കാർ. അമേരിക്കൻ വിപണിയിലേക്കുള്ള ബംഗ്ലാദേശ് കയറ്റുമതിയുടെ തീരുവ 20% നിന്ന് 19% കുറച്ചെന്നും അറിയിച്ചു. കരാർ പ്രകാരം തെരഞ്ഞെടുത്ത അമേരിക്കൻ ഇറക്കുമതികൾക്ക് ബംഗ്ലാദേശ് സമാനമായ തീരുവ ഇളവുകൾ നൽകും. ബംഗ്ലാദേശിനു വേണ്ടി വാണിജ്യ ഉപദേഷ്ടാവ് ഷെയ്ഖ് ബഷീർ ഉദ്ദീനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാനും കരാറിൽ ഒപ്പുവെച്ചു. യുഎസിനെ പ്രതിനിധീകരിച്ച് US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ കരാറിനെ ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങളിലെ പുരോഗതിയാണെന്ന് വിശേഷിപ്പിച്ചു. കരാറിന്റെ ഭാഗമായി ഏകദേശം 2500 ബംഗ്ലാദേശി ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക തീരുവരഹിതമോ കുറഞ്ഞ തീരുവയോ ചുമത്തും. ഇറക്കുമതി ചെയ്ത അമേരിക്കൻ പരുത്തി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ US വിപണിയിലേക്ക് കയറ്റി അയക്കുമ്പോൾ നികുതി ഈടാക്കില്ല. ഫാർമസ്യൂട്ടിക്കൽ, ഫിഷറീസ്, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും നാമമാത്ര തീരുവയാണ് ചുമത്തിയത്. ബംഗ്ലാദേശ് ഏകദേശം 4400 അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവരഹിതമോ കുറഞ്ഞ തീരുവയോ അനുവദിക്കാൻ സമ്മതിച്ചു. വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനും ഇരുവശങ്ങളിലേക്കുമുള്ള വാണിജ്യത്തിനുള്ള അവസരങ്ങൾ വികസിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ് നീക്കമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. US ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തിയും ആർട്ടിഫിഷ്യൽ ഫൈബറും ഉപയോഗിച്ച് നിർമ്മിച്ച ബംഗ്ലാദേശി തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും കയറ്റുമതിക്ക് പരസ്പര താരിഫ് 0 അനുവദിക്കാനും തീരുമാനമായി. കയറ്റുമതി വരുമാനത്തിന്റെ ഗണ്യമായ പങ്കുവഹിക്കുന്ന രാജ്യത്തിന്റെ വസ്ത്രമേഖലയ്ക്ക് ഈ വ്യവസ്ഥ ഉത്തേജനം നൽകുമെന്നും ബംഗ്ലാദേശ് പറഞ്ഞു. ഇന്ത്യയുടെ പരസ്പര താരിഫ് 18%, ബംഗ്ലാദേശിന്റേതിനേക്കാൾ അല്പം കുറവാണ്, 19%. ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് US വിപണിയിൽ പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് മേഖലയിൽ വില നിർണ്ണയത്തിൽ നേരിയ മുൻതൂക്കം നൽകുന്നു. കാരണം ഇന്ത്യ വിപണി വിഹിതം വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇരു രാജ്യങ്ങളും സമാനമായ വിപണികൾക്കും ഉൽപ്പന്നങ്ങൾക്കുമായി മത്സരിക്കുന്നതിനാൽ മത്സരം വർദ്ധിക്കുന്നു. ഇത് കയറ്റുമതിക്കാർക്ക് താരിഫ് വ്യത്യാസങ്ങൾ നിർണ്ണയിക്കാനാകുന്നു. ഇന്ത്യയുമായി തയ്യാറാക്കിയ കരാറിൽ 18% അമേരിക്ക നികുതി നിശ്ചയിച്ചത്. പാകിസ്ഥാന്റെ പരസ്പര താരിഫ് ഏകദേശം 19% റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതേസമയം വിയറ്റ്നാമും ശ്രീലങ്കയും ഏകദേശം 20% നിരക്ക്. ചൈനയുടെ താരിഫ് ഏകദേശം 30% ഗണ്യമായി ഉയർത്തി. അതേസമയം ബംഗ്ലാദേശും അമേരിക്കയും തമ്മിലുള്ള ബന്ധം സാമ്പത്തികം, സുരക്ഷ, വികസനം എന്നീ മേഖലകളിൽ അധിഷ്ഠിതമായ ശക്തമായ പങ്കാളിത്തമായിരുന്നു. 1972 നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതു മുതൽ അമേരിക്ക ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകരും വസ്ത്ര കയറ്റുമതിക്കാരുടെ പ്രധാന ലക്ഷ്യസ്ഥാനവുമാണ്. പ്രതിരോധ സഹകരണം, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയിലൂടെ ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട്. ബംഗ്ലാദേശും അമേരിക്കയും തമ്മിലുള്ള ബന്ധം സാമ്പത്തികം, സുരക്ഷ, വികസനം എന്നീ മേഖലകളിൽ അധിഷ്ഠിതമായ ശക്തമായ പങ്കാളിത്തമാണ്. 1972 നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതു മുതൽ അമേരിക്ക ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകരും വസ്ത്ര കയറ്റുമതിയുടെ പ്രധാന ലക്ഷ്യസ്ഥാനവുമാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.